കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മനു എക്കാലത്തേക്കുമുള്ള നോവാണ്. കൊടിയ അനാസ്ഥയുടെ ഇരയുമാണ്. സ്കൂളിൽ ഇത്രയും താഴ്ത്തി ലൈൻ തുടരാൻ അനുവദിച്ച വൈദ്യുതി ബോർഡ്. എന്തു സമ്മർദ്ദം ചെലുത്തിയും അപകടസ്ഥിതി മാറ്റേണ്ടിയിരുന്ന സ്കൂൾ. ഈ രണ്ടു കൂട്ടരും മാത്രമല്ല ഉത്തരവാദികൾ. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയവരും മറുപടി പറയണം. സ്കൂൾ കോമ്പൗണ്ടിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനുകൾ ശ്രദ്ധിക്കണമെന്ന് അക്കമിട്ട് സുരക്ഷാ മാനദണ്ഡം നൽകിയതാണ് വിദ്യാഭ്യാസ വകുപ്പ്. അത് ശ്രദ്ധിക്കാൻ ജില്ലയിലെയോ ഉപജില്ലയിലെയോ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും മനസ്സുണ്ടായില്ല. ഉത്തരവാദിത്തമുണ്ടാകേണ്ട എല്ലാവരും ആ നിർദ്ദേശം നിസ്സാരമായി കണ്ടു. ക്ലാസ് മുറിയിലേക്ക് ഇഴഞ്ഞു വന്ന പാമ്പിന്റെ കടിയേൽക്കുക, സ്കൂൾ കെട്ടിടത്തിലേക്ക് മരം കടപുഴകി വീഴുക, സ്കൂളിനോട് ചേർന്നുള്ള പുഴയിലും കുളത്തിലും മുങ്ങി മരിക്കുക, സ്കൂളിന് മുന്നിലെ റോഡ് മറികടക്കുമ്പോൾ വണ്ടി ഇടിക്കുക, ഇങ്ങനെ അപകടങ്ങൾ അനേകം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ആ കുട്ടികളുടെ അശ്രദ്ധയാണെന്ന് എഴുതി തള്ളാനാവില്ല. ഇത്തരം അപകടങ്ങൾക്ക് തടയണ നിർമ്മിക്കാത്ത സ്കൂളുകൾക്ക് വലിയ പാളിച്ചയുണ്ട്. സ്പോട്ട് ലൈറ്റ് തുടങ്ങുന്നു. മിഥുനോട് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവർ. ഒരു വൈദ്യുതി ലൈൻ മുകളിലുണ്ടായിരുന്നു. കയറരുതാത്തിടത്താണ് ആ കുട്ടി കയറിയത്. അതിന് സ്കൂൾ അധികൃതരെയും വൈദ്യുതി ബോർഡിനെയും എങ്ങനെ കുറ്റം പറയും? ഇങ്ങനെ ഒരു ന്യായീകരണം ഏതു മേലാളർ നടത്തിയാലും പിന്നെ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല. 7ലും 8ലും പഠിക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെയാണ്. അവർ മുമ്പിൽ നോട്ടമില്ലാതെ ഏതു സാഹസത്തിനും ഇറങ്ങിപ്പുറപ്പെടും. സ്വന്തം മനസ്സിനൊപ്പം ശരീരത്തെ എത്തിക്കാൻ ശ്രമിക്കുന്ന പ്രായമാണ്. അവർക്ക് എത്താക്കൊമ്പുകളോ നീന്താനാകാത്ത ചുഴികളോ ഇല്ലെന്ന തോന്നലാണ്. അവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്താണ് വേണ്ടത്? സ്കൂൾ സുരക്ഷാ മാനദണ്ഡത്തിൽ 9ാമത്തെ ഇനമായി വൈദ്യുതി ലൈൻ ശ്രദ്ധിക്കണം എന്ന് എഴുതി വച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെ എഴുതി വച്ചിരുന്നത് നടപ്പായോ എന്ന് ആരാണ് നോക്കേണ്ടത്? സ്കൂൾ നടത്തിപ്പുകാർക്ക് എന്നതുപോലെ വിദ്യാഭ്യാസ വകുപ്പിനും ഉത്തരവാദിത്തമില്ലേ? 1ാമത്തെ ഉത്തരവാദിത്തം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനാണ്. 2ാമത്തെ ഉത്തരവാദിത്തം ആ സ്കൂളിന്റെ നടത്തിപ്പുകാർക്കാണ്. ആത്യന്തിക ഉത്തരവാദി വൈദ്യുത ബോർഡ് തന്നെയാണ്. സ്കൂൾ എന്നല്ല, ഒരു കെട്ടിടത്തിന്റെയും മുകളിലൂടെ അങ്ങനെ ഒരു ലൈൻ കടന്നു പോകാൻ പാടില്ല. ഇനി ലൈൻ വലിച്ച ശേഷം സൈക്കിൾ ഷെഡ് പണിതതാണ് എന്ന് തന്നെ കരുതുക. അപ്പോഴും ഉത്തരവാദിത്തം വൈദ്യുതി ബോർഡിന് തന്നെയാണ്. വർഷാവർഷം 2 തവണ ടച്ച് വെട്ടുക എന്ന പേരിൽ സകല മരങ്ങളും ഇറുത്തിടുന്നവർ ഇത്ര വലിയ സൈക്കിൾ ഷെഡ് കാണാതെ പോയോ? വിദ്യാർത്ഥികൾ കയറിയാൽ തന്നെ അപകടമാണെന്ന് തിരിച്ചറിയാതെ പോയോ? ആ വൈദ്യുതി ലൈൻ സ്കൂൾ വളപ്പിൽ തുടരട്ടെ എന്ന് തീരുമാനിച്ച വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ വിചാരണ നേരിടുക തന്നെ വേണം. എത്ര വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് നോക്കുക. സ്കൂളിൽ സൈക്കിൾ ഷെഡ് പണിതത് ഇന്നോ ഇന്നലെയോ അല്ല, 10 വർഷം മുമ്പാണ്. ഇത് വൈദ്യുതി ബോർഡിനെ അറിയിക്കാതെ പണിതതാണെങ്കിൽ തന്നെ ഈ 10 വർഷം ബോർഡ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? തറനിരപ്പിൽ നിന്ന് ഏതു വൈദ്യുതി ലൈനിലേക്കും കുറഞ്ഞത് 15 അടി ഉയരം വേണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4.6 മീറ്റർ. ഇവിടെ 13 അടി മാത്രമായിരുന്നു ഉയരം. നിയമപ്രകാരം വേണ്ടതിനേക്കാൾ 2 അടി കുറവ്. സ്കൂൾ കോമ്പൗണ്ട് ആണെന്ന് കൂടി ഓർക്കണം. ഇതിനു പുറമെയാണ് അതിനടിയിൽ സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചത്. സൈക്കിൾ ഷെഡിന്റെ മേൽക്കൂരയിൽ നിന്ന് ലൈനിലേക്കുള്ള അകലം വെറും 3 അടി മാത്രവും. തീരെ ചെറിയ കുട്ടികൾ കയറിയാൽ പോലും കൈയെത്തുന്ന ദൂരം. ഇങ്ങനെ ഒരു സ്ഥലത്ത് സൈക്കിൾ ഷെഡ് പണിത് വെച്ചിട്ട് അപകടമുണ്ടാകില്ല എന്ന് ആർക്ക് ചിന്തിക്കാൻ കഴിയും? ആ മേൽക്കൂരയിലേക്ക് കുട്ടികൾ കയറില്ല എന്ന് ആരാണ് കണക്കുകൂട്ടിയത്? ആഞ്ഞിലിയിലും പുളിമരത്തിലും പേരയിലും ചാമ്പയിലും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്നവരെയാണ് കുട്ടികൾ എന്ന് വിളിക്കുന്നത്. അവർ സ്കൂളിന്റെ ഉത്തരത്തിലും കഴുക്കോലിലും വരെ കയറുകയും സ്വന്തം പേര് അഭിമാനത്തോടെ കൊത്തിവെക്കുകയും ചെയ്യും. കയറിയാൽ അപകടമെന്ന് ബോർഡ് വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. കുട്ടികൾ കയറാതെ നോക്കേണ്ടത് സ്കൂളിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. സൈക്കിൾ ഷെഡിന് മുകളിലൂടെ ലൈൻ പോകുന്ന കാര്യം സ്കൂൾ പ്രധാന അധ്യാപിക KSEBയെ അറിയിച്ചതാണ്. അപ്പോൾ ലഭിച്ച മറുപടി ലൈൻ മാറ്റി കേബിൾ വലിക്കാൻ പോകുന്നുവെന്നാണ്. നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ മുട്ടാപ്പോക്ക് മറുപടി പറയാൻ കഴിയൂ. എന്നെങ്കിലും നടന്നേക്കാവുന്ന കേബിൾ വരുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് ആ ഉത്തരം. ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയാൽ അതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആരാണ്? അത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. CPIM ലോക്കൽ സെക്രട്ടറി മാനേജറായ സമിതിക്ക് വൈദ്യുതി ബോർഡിൽ സമ്മർദ്ദം ചെലുത്താൻ എന്തിനാണ് അമാന്തം? അല്ലെങ്കിൽ മറ്റൊരു ലോക്കൽ സെക്രട്ടറിയാണ് സ്കൂൾ ഭരണസമിതി പ്രസിഡന്റ്. ഇവർ മാത്രമാകണമെന്നില്ല.
കോൺഗ്രസിന്റെ ബൂത്ത് ഭാരവാഹികൾക്കും വിഷയത്തിൽ ഇടപെടാം. അങ്ങനെ ഇടപെടുന്നതിനെയാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. സർക്കാരിനെയും ഭരിക്കുന്ന പാർട്ടിയെയും കുറ്റം പറയുക മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ജോലി, പ്രത്യേകിച്ചും പ്രാദേശിക തലങ്ങളിൽ. സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നത് എന്തുകൊണ്ടാണ്? ആ വൈദ്യുതി ലൈൻ അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി: ഇത് അറിയാതെ സംഭവിച്ച വീഴ്ചയല്ല. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാമെന്ന് സ്കൂളിലുള്ളവർ ഭയന്നിരുന്നു. അത് മിഥുന്റെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് വന്നു. ആ ഷോക്കിലാണ് ഒരുപാട് പേർക്ക് പൊള്ളിയത്. ഇങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെടാതെ തന്നെ പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നില്ലേ ഈ വിഷയം? ഏത് സമയവും തകർന്നു വീഴാവുന്ന ചുമരുകളും മേൽക്കൂരകളും മാത്രമല്ല സ്കൂളുകൾ ഉയർത്തുന്ന ഭീഷണികൾ. 50 മുതൽ 100 വരെ വർഷം പഴക്കമുള്ളതാണ് ഒട്ടുമിക്ക സ്കൂളുകളും. പല സ്കൂളുകളുടെയും സമീപത്ത് വലിയ മരങ്ങളുണ്ട്. പതിറ്റാണ്ടുകൾ പിന്നിട്ട അവ ഏത് സമയത്തും മറിഞ്ഞു വീഴാം. സ്കൂളുകൾക്ക് സമീപം പുഴകളും തോടുകളും കുളങ്ങളുമുണ്ട്. കുട്ടികൾ കൈ കഴുകാൻ മുതൽ കൗതുകത്തിന് വരെ അവിടെ എത്താം. അതൊക്കെ നിയന്ത്രിക്കേണ്ടത് സ്കൂളുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ്. കൈവരികൾ കെട്ടുകയും വേലികൾ സ്ഥാപിക്കുകയും ഒക്കെ വേണ്ടിവരും. വേലിക്കെട്ടുകൾ മറികടക്കുന്നവരാണ് കുട്ടികൾ. അവിടെ കൃത്യമായ ബോധവൽക്കരണം ഉണ്ടാകണം. മിഥുൻ പഠിച്ച സ്വന്തം ക്ലാസ് മുറിയിൽ നിന്നാണ് സൈക്കിൾ ഷെഡിന്റെ മേൽക്കൂരയിലേക്ക് കയറിയത്. ആ മേൽക്കൂര തകിട് ഷീറ്റായിരുന്നു. വൈദ്യുതി ബോർഡ് ലൈൻ മാറ്റി സ്ഥാപിച്ചില്ല എന്നതുപോലെ ആ സ്കൂളിനുമുണ്ട് വീഴ്ച. കുട്ടികൾക്ക് എത്തിവരിഞ്ഞ് കയറാൻ കഴിയുന്നതാണ് ആ മേൽക്കൂര എന്നറിഞ്ഞ് സംരക്ഷണ വേലികൾ കെട്ടേണ്ടതായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. എങ്ങനെയാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് ലഭിച്ചത് എന്ന ചോദ്യം മാത്രം ഉയർത്തി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.